ഹലോ, വെൽക്കം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ലെസൺ ആണ്. ക്ലാസ് 12ലെ वह भटका हुआ पीर. जिंदगी में सबसे श्रेष्ठ कर्म परोपकार का है. परोपकार ही है. ജീവിതത്തിൽ ഏറ്റവും വലിയ കർമ്മ വർക്ക് എന്താണ്? പരോപകാർ ഹി ഹെ. മറ്റുള്ളവരെ സഹായിക്കുക, പരോപകാരം ചെയ്യുക. बेसहारे को सहारा देते हुए हम मानव से महामानव बनते हैं. അതാണ് ഈ മദർ ചിത്രം തന്നേക്കുന്നത്. ബേസഹാരയ്ക്ക്, ബേസഹാര എന്ന് പറഞ്ഞാൽ ആരില്ലാത്ത ഓർഫൻ പിള്ളേർ, അല്ലെങ്കിൽ അവരെ ആരാണെങ്കിലും പിള്ളേരല്ല, ആരും ഇല്ലാത്തവരെ സഹായിച്ച് മാനവ് മഹാമാനവ് ബൻ ജാത്ത ഹൈ. वो जलती दोपहरी में दिल्ली की सड़कों पर प्यासों की प्यास बुझाने वाले एक साधारण व्यक्ति से സംബന്ധിത് യഹ സ്മരണ പഠേ. അപ്പോൾ ഒരു ചെറിയൊരു സിമ്പിൾ ഒരു മനുഷ്യനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണിത്. ഡൽഹിയിലെ ദുപഹരിമേ ദില്ലിക്ക് സടക്കോപ്പെ പ്യാസോക്കി ദാഹിക്കുന്നവരെ ദാഹം മാറ്റുന്ന ഒരാളെ പറ്റിയിട്ടാണ്. वह भटका हुआ पेड़. जब जब मैं घर आंगन में गुलमोहर खिलता है. जब जब मेरे घर आंगन में गुलमोहर ഒരു വൃക്ഷമാണ്, ഒരു ഇതാണ്. അപ്പോൾ जब जब मेरे घर में, घर के आंगन में വീട്ടിലെ മുറ്റത്ത് ഗുൽമോഹർ खिलता है तो मुझे भटके हुए पीर की याद आती है. അപ്പോൾ भटके हुए പീറിന്റെ ഓർമ്മ വരുന്നു. जो पग पग पर खड़ा होकर प्यासों को पानी पिलाता. जो पग पग पर खड़ा होकर, കുറച്ച് പഗ് പഗ് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ അടുത്തടുത്ത് നിന്ന് थोड़ी थोड़ी दूरी पर, पग पग पर खड़ा होकर प्यासों की प्यास बुझाता. ദാഹിക്കുന്നവരെ ദാഹം മാറ്റുന്നു. चटक गुलमोहर की तरह चटक गर्मी की उस दोपहर में आंचल का छाता लिए जब मैं एक पटरी पर खड़ी होकर स्कूटर का इंतजार कर रही थी. चटक गुलमोहर की तरह, चटक गुलमोहर की तरह. ഗുൽമോഹറിന്റെ മരത്തിനെ കണ്ടിട്ടില്ലേ? ചുവന്ന പൂവായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് സാധനത്തിനെ പറയാം ചട്ടക്. ചട്ടക് ഗുൽമോഹർ की तरह चटक गर्मी में, ഭയങ്കര ഉച്ച നേരത്തെ നട്ടാപ്പുറ വെയിൽ എന്ന് പറയാം. അതായത് ചട്ടക് गर्मी की उस दोपहर में ഉച്ച നേരത്തെ मैं आंचल का छाता लिए. ആച്ചൽ കാ ചാത്ത ലിയെ മീൻസ് കൊടയില്ല, നമ്മളെ ഈ ഷാൾ കൊണ്ട് ഷാളിനെ അല്ലെങ്കിൽ സാരിയുടെ അത് തലയിൽ ഇടുന്നതിനെ പറയാം ആച്ചൽ കാ ചാത്ത ലിയെ. ജബ് मैं पटरी पर खड़ी होकर स्कूटर का इंतजार कर रही थी. സ്കൂട്ടർ കാത്തിരിക്കുമായിരുന്നു. तो मेरे पास एक स्कूटर वाला आकर खड़ा हो गया. അപ്പൊ എന്റെ അടുത്തൊരു സ്കൂട്ടറുകാരൻ വന്ന് നിന്നു. मेरे कानों में एक आवाज गूंजी, कहाँ जाइएगा. എന്റെ ചെവിയിൽ ഒരു ഒച്ച കേട്ടു, कहाँ जाइएगा, എവിടെ പോണ്ടേ. पहले तो मुझे विश्वास नहीं हुआ कि किसी चालक की आवाज इतनी मधुर हो सकती है. ആദ്യം എനിക്ക് വിശ്വാസമായില്ല ഈ വണ്ടി ചാലക് എന്ന് പറയുമ്പോൾ ഡ്രൈവറിന്റെ സൗണ്ട് ഇത്രയും മധുരമാണോ. मुझे जिस दिशा की ओर जाना था उसे बताया तो उसने हाँ की मुद्रा में सिर हिलाकर कहा, बैठिएगा. അപ്പൊ അവർക്ക് എവിടെ ഏത് വഴിയിലോട്ട് പോണായിരുന്നു ആ വഴിയിലേക്ക് ചോദിച്ചപ്പം ആ മനുഷ്യൻ തല ഇളക്കിയിട്ട് പറഞ്ഞു, തല ഇളക്കി കാണിച്ചു. അപ്പൊ ആ പോകുന്നത് ഹാ की मुद्रा में, उसने बताया तो उसने हाँ की मुद्रा में सिर हिलाया और कहा बैठिएगा. അപ്പൊ പറഞ്ഞു ഇരിക്കൂ എന്ന് പറഞ്ഞു. इस करशक्ति भरी दुनिया में, खरखती भरी दुनिया में जब खरखत आवाजों की सुनाई देती है और एक ही आवाज मिश्री गुली हो तो अचरज तो होता ही है. അപ്പം ഭയങ്കര ഭാരമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറെ സൗണ്ടുകളിനകത്ത് ഒരു നല്ലൊരു സൗണ്ട്, ഏകി ആവാജ് മിശ്രി ഗുലി ഹുയി, മധുരമായ ആവാജിനെ പറയുന്നത്, സ്വരത്തിനെ പറയണം. മിശ്രി ഗുലിയില് കൽക്കണ്ടം പോലത്തെ നല്ലൊരു സൗണ്ട് വരുമ്പോ അച്ചറജ് ഹി ഹോതാ ഹി ഹെ. एक आध किलोमीटर आगे जाकर उसने स्कूटर रोककर राहगीर से पूछना शुरू किया, पानी पिएंगे. और वह अंजरियों में मश्क से पानी उड़ेलता, लोगों की प्यास बुझाता और आगे बढ़ जाता. एक आध किलोमीटर आगे जाकर, 1 കിലോമീറ്റർ മുന്നോട്ട് പോയ ശേഷം उसने स्कूटर रोककर राहगीरों से पूछना शुरू किया. स्कूटर പതുക്കെ സ്ലോ ആക്കിയിട്ട് വഴി നിൽക്കുന്ന ആൾക്കാരോട് ചോദിച്ചു തുടങ്ങി, പാനി പിയെങ്കി, വെള്ളം കുടിക്കണോ. और वह अंजरियों में മഷ്ക് സെ പാനി ഉടേൽത്ത ലോഗോं की प्यास. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത്
കൂജാവ് അതിനകത്തൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് വെള്ളം എടുത്തിട്ട് लोगों की प्यास बुझाता है और आगे बढ़ता जाता है. ആൾക്കാർക്ക് വെള്ളം കൊടുക്കും, പിന്നെ മുന്നോട്ട് നീങ്ങുന്നു. विकास मार्ग से पार्लियामेंट स्ट्रीट तक जाते जाते उसने दर्जनों बार स्कूटर रोककर രാഹഗീരോ പാനി പിലായ. ഈ വികാസ് മാർഗ് തൊട്ട് പാർലമെന്റ് മാർഗ് വരെ പോകുന്ന വഴിയോളം ഇവൻ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് രാഹഗീരോ പാനി പിലായ. ആവശ്യക്കാർക്ക്, രാഹഗീർ എന്ന് പറയുമ്പോൾ വഴി നിൽക്കുന്നവര് പാനി പിലായ. നട്ടാപ്പുറ വെയിലാണല്ലോ ഈ ഉച്ച നേരത്ത്. നമ്മൾ എവിടെ നിൽക്കുമ്പോ ആരും ഇപ്പൊ എല്ലാവരും ഇപ്പൊ മിനറൽ വാട്ടർ കൊണ്ട് നടക്കില്ല, അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നൊന്നും ഇല്ല. അപ്പൊ ഇവൻ ഈ തണുത്ത വെള്ളം കൊടുത്ത് ഇവരെയൊക്കെ തൃപ്തിപ്പെടുത്തി. ഖാസ് ബാത് യഹ് थी कि पानी की रेहड़ी से उसने 2 बार മഷ്ക് ഭരവായ और पैसा अदा किया. അതോ അതിന്റെ വെള്ളം കഴിയുമ്പോ അവൻ കാശ് കൊടുത്ത് അർപ്പിക്കുന്നുണ്ട്. मैं सोच में डूब गई कि कैसा स्कूटर वाला है जिसके सामने प्यासे अपने आप आ जाते हैं. ഞാനിങ്ങനെ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരുന്നു പോയി कि എങ്ങനെയാണ് ഈ ദാഹിക്കുന്നവരെല്ലാം ഈ മനുഷ്യന്റെ മുമ്പിൽ എത്തണേന്ന്. ജിസ്കെ സാമനെ പ്യാസെ അപ്നെ ആപ്പ് ആ ജാത്തെ. ദാഹിക്കുന്നവർ തന്നെത്താൻ പ്രത്യക്ഷപ്പെടുന്ന പോലെയായിരുന്നു. शायद वह एक गहरे कुएं की माफिक होंगे जिसके दिल में प्यार बसता है. बाद में पता चला कि उसका नाम ही मश्क वाला स्कूटर पड़ गया है. അപ്പോൾ शायद वह गहरे कुएं की माफिक होगा. വലിയൊരു ഗഹ്ര കുവ എന്ന് പറയുമ്പോൾ ആഴമുള്ള കിണർ പോലെ ആയിരിക്കും ചിലപ്പം. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ദിൽ മേ പ്യാർ ബസ്തായ, ഇഷ്ടം പോലെ ഹൃദയത്തിൽ സ്നേഹമുണ്ട്. എല്ലാവർക്കും ഇങ്ങനെ പരോപകാരം ചെയ്യുന്ന ഒരു മനസ്സുണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയാം. बाद में पता चला कि उसका नाम ही मश्क वाला स्कूटर पड़ गया. सवारी और चालक के रिश्ते पता ही नहीं चलता कि कब मधुर हो जाता है. जब घर के बड़े बुजुर्ग को कोई पानी नहीं पिलाता और पानी मांगने पर अंगारों जैसे जलती आंखें दिखाई जाती हो, तो यह स्कूटर वाला तो पीर जैसा लगेगा ही ना. അപ്പോൾ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ വെള്ളം ചോദിക്കുമ്പോൾ, വയസ്സായവർ വെള്ളം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരും വെള്ളം ചോദിക്കുമ്പോൾ കണ്ടുകൂട്ടി നോക്കും, അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്തോരം നല്ലതാണ് ഈ സ്കൂട്ടർ वाला पीर जैसा लगेगा ही ना. गर्मी की एक सांझ में वह मेरे गेट के सामने खड़ा होकर मुझसे पूछ रहा था. गर्मी की एक सांझ में, ഒരു ചൂടുകാലത്തെ ഒരു ഈവനിങ്, സാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഉച്ചനേരം ആഫ്റ്റർനൂൺ ടൈമിൽ അവൻ ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, പാനി പിയെങ്കിൽ अब अभी भरवा कर ला रहा हूँ. तो ഞാൻ अर्पित हाँ हाँ क्यों नहीं. मैंने उसे बरामदे में बिठाया और उससे कुशल क्षेम पूछने लगी. तो मैंने उसे बरामदे में बिठाया और കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു തുടങ്ങി. वह पितृविहीन बालक स्ट्रीट लाइट में बैठकर अखबार पढ़ता, स्कूटर चलाकर माँ और अपने लिए 2 जून रोटी का जुगाड़ करता. അപ്പോൾ वह പിതൃവിഹീൻ ബാലക്, അച്ഛനില്ല. അപ്പൊ പിതൃവിഹീൻ ബാലക്കാണ്. അമ്മ അച്ഛനില്ല. അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് മേ ബാഠ്കർ അഖബാർ പഠിച്ചു. സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ നിന്ന് പേപ്പർ വായിക്കുന്നു. പിന്നെ ഈ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് ചലാക്കർ മാ और अपने लिए तो ന്യൂ रोटी का जुगाड़ करता. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി, അവന് വേണ്ടിയിട്ട് ഈ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് റൊട്ടിക്കുള്ള കാശ് ഉണ്ടാക്കണം, ആഹാരത്തിന് വേണ്ടി. ബേബെ कहती तू पानी पिलाया कर पुण्य मिलता है. അപ്പോൾ ബേബെ कहती कि അപ്പൊ അവന്റെ അമ്മ പറയുന്നത്, പാനി പിലായക, വെള്ളം കുടിക്കുമ്പോൾ പുണ്യം കിട്ടും. तब से अब तक इस मश्क से मेरा रिश्ता जुड़ा हुआ है. मुझे तो पुण्य मिल ही गया. എനിക്ക് പുണ്യം കിട്ടി കഴിഞ്ഞു എന്ന് പറയും. लाखों लोगों की दुआ से मैं ഗ്രാജുവേറ്റ് ഹോ ഗയ. കുറെ ആൾക്കാർ അനുഗ്രഹം കാരണം ഞാൻ ഗ്രാജുവേറ്റ് ആയി. വിളക്കിന്റെ അടിയിൽ, രണ്ടിന്റെ അടിയിലൊക്കെ ഇത് പഠിച്ചിട്ട്. घर बैठे नौकरी चलकर आई, लेकिन मुझे पानी पिलाने में जो सुख मिलता है वह नौकरी में कहाँ. അപ്പൊ घर बैठे नौकरी चलकर आई, വീട്ടിനകത്ത് തന്നെ ഇന്ന് ജോലി വന്നു. കാരണം അവന് വെള്ളം കുടിപ്പിക്കാണ്ട് അവന് വേറൊരു സന്തോഷവും ഇല്ലായിരുന്നു. അപ്പൊ വह नौकरी कहाँ, अपने मन के बादशाह, जहाँ मर्जी स्कूटर रोक लो, जहाँ मर्जी चल दो. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ സുഖം. ഇഷ്ടമുള്ളപ്പോൾ ഓടിച്ചാൽ മതി, ഇഷ്ടമുള്ളവർക്ക് നിർത്താം, ഇഷ്ടമുള്ളവർക്ക് ഓടിക്കുക, ഇഷ്ടമുള്ളവർക്ക് വെള്ളം കൊടുക്കാം. അവന്റെ ഇഷ്ടം, അവന്റെ മർജിക്ക മാലിക്. അപ്പൊ നമ്മളൊരു രാജാവ് പോലെ. അതാണല്ലോ ഏറ്റവും സന്തോഷം. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. जहाँ मर्जी स्कूटर रोक लो, जहाँ मर्जी चल दो. आप जैसे लोग जब स्कूटर में बैठते हैं तो मुझे बेहद सुकून मिलता है. मुझे लगा है कि वह आम आदमी ना होकर एक भटका हुआ पीर है जो आपाधापी की दुनिया में खुशी बांटता फिर रहा है. आप जैसे लोग जब स्कूटर में बैठते हैं तो मुझे वह
बेहद सुकून भी मिलता है എന്ന് പറയുന്നത് ആൾക്കാരെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം जो आपाधापी की दुनिया में खुशी बांटता फिर रहा है और पूजा के लिए कहीं भी ना बैठकर लोगों के दिल में जगह बना लेता है, दिल के रिश्ते जोड़ता है। क्या आपने भी कभी इस भटके हुए पीर से मुलाकात की है? मुझे तो जहां मर्जी स्कूटर रोक लो, जहां मर्जी चल दो, आप जैसे लोग जब स्कूटर में बैठते हैं तो मुझे बेहद सुकून मिलता है, സന്തോഷമാണ് ആൾക്കാരൊക്കെ വണ്ടിയിലിരിക്കുന്നത്. मुझे लगता है कि आम आदमी ना होकर एक भटका हुआ पीर है, साधारण മനുഷ്യനല്ല, വഴി തെറ്റിപ്പോയ മനുഷ്യനാണ് आपाधापी की दुनिया में खुशी बांटता फिर रहा है। वह पूजा के लिए कहीं भी ना बैठकर लोगों के दिल में जगह बनाता है। वह ഹൃദയത്തിലാണ് ഇങ്ങനെ പരോപകാരം ചെയ്യുന്നവരൊക്കെ സ്ഥാനം ഉണ്ടാക്കുന്നത്. ദിൽ കെ റിശ്തെ ജോഡ്താ ഹൈ, ഹൃദയത്തോട് ഹൃദയത്തിന്റെ ഒരു റിലേഷൻഷിപ്പ് ആവുന്നു. ക്യാ ആപ്നെ ഭി കഭി ഇസ് ഭട്കെ ഹുവെ പീർ സെ മുലാഖാത്ത് കിയെ? നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഏതെങ്കിലും ഭട്കെ ഹുവെ പീര് നെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് രാജ് ബുദ്ധി രാജയുടെ ഒരു എന്തായിരുന്നു, डॉक्टर राज बुद्धि राजा ने हिंदी के लगभग सभी विधाओं में अपनी क्षमता दिखाई है। उनका जन्म लाहौर में 1937 को हुआ था। उन्होंने लगभग 300 संस्मरण लिखे हैं। सफर की यादें, सकूरा के देश में, दिल्ली अतीत के झरोखे से, हाशियों पर दिल्ली आदि अपने संस्मरणों के संग्रह है। जापान के सर्वोच्च नागरिक सम्मान से भी सम्मानित है। അപ്പോൾ ഇതൊരു നല്ല ചാപ്റ്റർ ആയിരുന്നു. നേരത്തെ പറഞ്ഞേക്കുന്നത് നമ്മൾ എപ്പോഴും പരോപകാരം ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടു കാണും. സോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് മൈ ചാനൽ. താങ്ക് യു.